പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിൽ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ ഓരോ കേസ് ഡയറി പരിശോധിച്ചാലും മനസ്സിലാകും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വസ്തത പാലിക്കണമെന്ന് പറഞ്ഞ കാര്യം, നമ്മൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വാഗ്ദാനം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാം. അവിടെ ആ മേഖലയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഇതിന് സ്പേസ് ഓഫ് ഗോഡ് എന്ന് പറയും. ഇപ്പോൾ ഇവളൊരു ഡേറ്റ് ഇട്ടിച്ച്, അത് ഇപ്പോൾ 9 കൊല്ലം മക്കളില്ലാഞ്ഞ ആളാണെന്ന് ഓർക്കണം. 9 കൊല്ലം മക്കളിരുന്ന ആളിനെ ഇവർ പറയണ ഒരു മെയ് മാസം തന്നെ പ്രഗ്നൻ്റ് ആകണമെങ്കിൽ ഇവൾക്ക് പറ്റുമോ? ഇവൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൈവ സ്പേസ് ഉണ്ട്. ഇതിനെ മാനേജ് ചെയ്യാൻ സാധാരണ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല, എക്സെപ്റ്റ് കവനൻറ്റ്. അതാണ് എന്തുകൊണ്ട് വൈ ഷുഡ് ടേക്ക് കവനൻറ്റ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ചില അപൂർവ കാര്യങ്ങളുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാം, നമ്മളവിടെ നിസ്സഹായരാണ്. ഇപ്പോൾ ഇവർ മെയ് മാസം പറഞ്ഞു. ആ മെയ് മാസം ചിലപ്പോൾ ഒക്ടോബർ ആഴ്ച, മെയ് മാസം ജൂണായി കഴിഞ്ഞാൽ ഇവിടെ IVF എടുക്കേണ്ടി വരും. സംശയമില്ല കാര്യത്തിൽ. അപ്പം അവിടെ സമയത്തിന് മേലെ അധികാരമുള്ള സഞ്ചാരി മാതാവ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? അതെന്താ സമയത്തിന് മേലെ അധികാരമാണ് കാണുന്നത്. മെയ് മാസം ഇവളെ കുറിച്ച് കൊടുത്ത ഡേറ്റാണ്, അല്ല മാതാവ് കുറിച്ച് കൊടുത്ത ഡേറ്റ് അല്ല. മെയ് മാസം ഇച്ഛായ മെയ് മാസം അമ്മയുടെ ദിവസമാണ്. മെയ് മാസം ഒന്ന് കഴിയട്ടെ, മെയ് മാസത്തിൽ അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് പിന്നെ അങ്ങനെ പ്രത്യാശിക്കാനേ പറ്റത്തുള്ളൂ. ചെയ്യേണ്ടതാരാണ്? ദൈവമാണ്. അപ്പം ദൈവത്തിന് മാത്രം ഇറങ്ങി നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവം തന്നെ ചെയ്യണം. അപ്പം അതെന്ത്, ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യസന്ധരും പ്രയോജനമുള്ള ദാസന്മാരെ മാറണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങള് ദൈവം ചെയ്യുന്നതിനായി ഉടമ്പടി പ്രകാരം എൻ്റെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി പുനർക്രമീകരിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി. എയിലിൻ കോട്ടയം എന്നും പറഞ്ഞ് ഒരു ജർമ്മൻ വിദ്യാർത്ഥിയാണ്. ഇവിടുന്ന് ജർമ്മനിയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവരുടെ ഒരു പ്രശ്നമെന്ന് പറയണത്, ഇവർക്ക് ജന്മന കേൾവി 25% ഇല്ല. ജന്മന കേൾവി 25% ഇല്ല. ആ ടെസ്റ്റ് ചെയ്താണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കൂട്ടുകാർക്ക് എല്ലാവരും വീട്ടുകാർക്ക് അറിയാം ഇവർക്ക് പകുതി കേൾവിയേ ഉള്ളതെന്നറിയാം. അപ്പോൾ ഇവരെല്ലാം ധരിച്ചിരിക്കണ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വാക്സ് വരും ചെവിയിൽ നിന്ന് എപ്പോഴും. അപ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും. 6 മാസം കൂടുമ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും.
ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കേൾവി ഉണ്ടല്ലോ. അപ്പോൾ അവൾ വിചാരിക്കും ക്ലീൻ ചെയ്ത കൊണ്ടാണ് കേൾക്കണമെന്ന് വിചാരിക്കും. ചെറിയ കേൾവിയുണ്ട്, 75% കേൾവിയുണ്ട്, ഫുള്ളായിട്ട് കേൾവിയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇതിങ്ങനെ ചെവിയും കൊണ്ട് ഇരണ്ടി വരും. ചെറിയ ശബ്ദം കുറച്ചാൽ പറയണമെന്നുണ്ടെങ്കിൽ രഹസ്യമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജന്മമാണ്, ഒരു ജീവിതമാണ്. അപ്പം അത് ഈ വാക്സ് ക്ലീൻ ചെയ്തിട്ടും പിന്നെ കേൾവി അത്ര മെച്ചപ്പെടാതെ ആകുമ്പോഴാണ് ഇവൾ ടെസ്റ്റ് ചെയ്യണത്. ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിക്കുമ്പോഴാണ് പറയണത് 20% കേൾവിയുള്ളൂ എന്ന് പറയും. അത് പിന്നെ ഇതിൻ്റെ സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു സിസ്റ്റുണ്ട് തലയിൽ, ചെവി ഞരമ്പിന് കർണഞരമ്പിന് സിസ്റ്റുണ്ട്, പിന്നെ അത് സൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന എന്തോ ഒരു ബ്രെയിനിൽ എന്തോ ഒരു വിഷയമുണ്ട്. അത് ഓപ്പറേഷൻ കൊണ്ടും ശരിയാകണത് ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ പാതി കേൾവിയും കൊണ്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജർമ്മനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ചികിത്സക്ക് പിന്നെ ഒരു ചികിത്സ എടുത്തിട്ട് പിന്നെ ലീവിന് പോയപ്പോൾ ചികിത്സ എടുക്കുമല്ല. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. ഒരു കേസ് സ്റ്റോറി എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ദൈവം എങ്ങനെയാണ് ഈ ഉടമ്പടി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്നും സ്റ്റിയർ ചെയ്യണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ഉടമ്പടിക്കാരെപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശ്രദ്ധയാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളും വീണ്ടും പഴയ ആൾക്കാരായിട്ടല്ല ജീവിക്കണത്, ശ്രദ്ധയില്ലാതെയാണ് ജീവിക്കണത്. പലപ്പോഴും രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യല്, സന്ധ്യക്ക് ഉടമ്പടി പ്രാർത്ഥന ചെയ്യല്, പല രോഗികളൊക്കെ കണ്ട് കുറച്ച് പത്രമൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ സാധാരണ 50% അങ്ങനെ ചെയ്യണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പിന്നെ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള ആൾക്കാരായിട്ട് മാറിയിട്ട് പിന്നെ ഉടമ്പടി തന്നെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയണത്. ഞാൻ ഉടമ്പടി എടുത്ത് വ്യക്തിയാണെന്നുള്ള ബോധം വർദ്ധിപ്പിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം എന്താ ദൈവത്തിന് തോന്നണം നിങ്ങൾ ഉടമ്പടിയിലാണെന്ന്. എന്നാൽ ഇത് എളുപ്പമാണ്. ഇവരിങ്ങനെ വൃത്തിമനായിട്ട് ഉടമ്പടി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ വൃത്തിമനായിട്ട് ഉടമ്പടി ചെയ്യുന്ന കാരണം ഇവർ ഒരു സ്പെഷ്യൽ ഒരു ആശുപത്രി ചെന്നപ്പോൾ വേറെ എന്തോ അസുഖത്തിനാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നത്. അവിടെ ഈ കേൾവിക്കുള്ള 20% കുറവ് ആ ഡോക്ടറിനോട് പറയും ഇവർ. ഞാൻ ആശുപത്രി പേരൊന്നും പറയണില്ല, അത് ശരിയല്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവളുടെ അപ്പൻ, ഈ ഏലിൻ്റെ അപ്പൻ ഡോക്ടറിനോട് പറയും, ആ ഇയറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റിലാണ്. അതിക്ക് മുമ്പ് ഇവരൊരു പണി ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം ചെവി തേക്കും, പ്രാർത്ഥിച്ച്. ചെവിയുടെ അകത്തൊഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ തേച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് എവിടെ തേച്ചാലും നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാവും. അല്ല ഉണ്ടാക്കി തന്നെ കൊണ്ട് ഒഴിക്കണം നിർബന്ധമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വാസമാണ് അപ്ലൈ ചെയ്യണം. ഉടമ്പടി തൈലത്തെ നല്ല ഹീൽ ചെയ്യണത്, ഉടമ്പടി തൈലത്തെ ബ്ലെസ് ചെയ്ത് ദൈവമാണ് നിങ്ങളെ ബ്ലെസ് ചെയ്യണത്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തിൽ വേണം അപ്ലൈ ചെയ്യാൻ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്ന ഹൃദയത്തിൽ ദൈവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിലാണ് ഇത് വിശ്വപ്രമാണം ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ടത്. അല്ല വെറുതെ ഇങ്ങനെ എണ്ണ തൂക്കണ പോലെ മരുന്ന് തൂക്കണ പോലെ ഓയിൽമെൻ്റ് ഇടണ പോലെ ഇടരുത്. ബുദ്ധിബോധമില്ലാത്ത കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ആപ്ലിക്കേഷൻസ് എന്ന് വേണ്ടത് ഫെയ്ത്താണ് ആപ്ലിക്കേറ്റ് ചെയ്യണത്, അല്ലാതെ ഓയിലല്ല ആപ്ലിക്കേറ്റ് ചെയ്യണത്. ആദ്യം തന്നെ ഈ അൾത്താരയിൽ നിന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ഞങ്ങളെ സാക്ഷിയാക്കിയതിന് 1000 നന്ദി പറയുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ കൊച്ചുറാണി, ഇതെൻ്റെ മകൾ, രണ്ടാമത്തെ മകൾ കീർത്തി, അവളുടെ ഹസ്ബൻഡ് ചാർലി, ഇത് ഞങ്ങൾക്കുണ്ടായ കുഞ്ഞു കൊച്ച ടെസ്സ. ഞങ്ങൾ കാരണംകോട് ഇടവകയിൽ നിന്ന് വരുന്ന എറണാകുളത്തുനിന്ന്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ കടന്നു വരുന്നത് 2019
പക്ഷേ അന്ന് സിസ്റ്ററിൻ്റെ കൂടെ വന്നതായിരുന്നു. അവൾ ഒന്ന് ഉടമ്പടിയൊക്കെ എടുത്തു. ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല, ഞാൻ വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ പോകുമ്പോൾ മാതാവിൻ്റെ ഒരു ബുക്കും ഉപ്പും തേനും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് 2 മെഴുതിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരുന്നു. അത് വെച്ച് അടുത്ത ദിവസം തുടങ്ങി ആ പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി എടുക്കാൻ പിന്നെയും ചിന്ത വന്നില്ല. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു. ഇടയ്ക്ക് സിസ്റ്ററിൻ്റെ കൂടെ ഇവിടെ വരും, നല്ലതായിട്ട് പ്രാർത്ഥിച്ച് ആ ദിവസം അങ്ങനെ മാതാവിൻ്റെ കൂടെ ചിലവഴിച്ച് തിരിച്ചു പോകും. അങ്ങനെ 2024 എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 20 അവളുടെ കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ടും അവൾ കൺസീവ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയും അതൊക്കെ നടത്തി. ഈ മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ വീട്ടിൽ നടത്തുന്നു എന്നല്ലാണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഒന്നും ചെയ്തില്ല. പക്ഷെ ആ ദിവസങ്ങളിൽ എനിക്കെന്തോ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. ഉടമ്പടി ആരോ ഉള്ളിലിരുന്ന് ഇങ്ങനെ മന്ത്രിക്കുന്നത് പോലെ, ഉടമ്പടി എടുക്കുക. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെടുത്തുള്ളവരുണ്ട്, എൻ്റെ റിലേറ്റീവ്സ് കുറേ പേരുണ്ട്. അവരൊക്കെ പറഞ്ഞ് മുമ്പും പറയാറുണ്ട്. പക്ഷെ അപ്പോഴാണ് എനിക്ക് അതൊന്ന് ഇതായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ വന്ന് കുറേ നാളുകളുടെ ആലോചനയ്ക്ക് ശേഷം മെയ് 30 ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത് 15th ഡേ എൻ്റെ മോള് കൺസീവ് ആയി എന്നുള്ള ന്യൂസ് എനിക്ക് കിട്ടി. അതുവരെ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു, വലിയ പ്രോബ്ലമൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ചെറിയ ഏതാണ്ടൊക്കെ ഉണ്ട്. അതിനെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മോള് പറയും. എൻ്റെ പേര് കീർത്തി. ഈശോ അമ്മ മാതാവ് ത്രൂ തന്ന ടെസക്കുട്ടിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ അൾത്താരയിൽ ഇവിടെ സാക്ഷ്യം, ഈ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തിന് 1000 ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. അപ്പോൾ അറൗണ്ട് ഒരു 4.5 years ആയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുമായിരുന്നു, കൺസീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതുവരെ ഡോക്ടേഴ്സിനൊന്നും കണ്ടില്ല. 4.5 years അങ്ങനെ കടന്നുപോയി. അത് കഴിഞ്ഞ് 4.5 years ആയപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി, നമ്മൾക്ക് എന്താ നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പിള്ളേരൊന്നും വേണ്ടേ? അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, ഇറ്റ്സ് ബെസ്റ്റ് ടു ഗോ ടു എ ഡോക്ടർ. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു അൾട്രാസൗണ്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് ഓവറിയിൽ ഒരു ചെറിയൊരു എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ, നമുക്കിത് സ്ക്രാപ്പ് ഓഫ് ചെയ്ത് നോക്കാം. സ്ക്രാപ്പ് ഓഫ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരത്തി നെക്സ്റ്റ് ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ, അത് അത്ര വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾ സ്ക്രാപ്പ് ഓഫ് ചെയ്തു, ഇനി നമുക്ക് നോക്കാം, ഇനിയൊക്കെ ദൈവത്തിൻ്റെ കയ്യില, നമുക്ക് നോക്കാം, എന്നിട്ടും ഇനിയും ഒന്നും ഉണ്ടായില്ലെങ്കിൽ പ്രോബ്ലി നമുക്ക് IUI അല്ലെങ്കിൽ IVF-നൊക്കെ ചിന്തിക്കേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരത്തി ഇങ്ങനെ റാൻഡമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അത് എൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന്. അതൊന്നും നമ്മൾ ആ സമയത്തൊന്നും അതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ഭയങ്കര വേവലാതിയും വിഷമവും, എവിടെ പോകണം, ആരുടെ അടുത്ത് പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മമ്മി പെട്ടെന്ന് പറയുന്നത്. ഒരു ദിവസം വിളിച്ചിട്ട് മമ്മി പറഞ്ഞു എനിക്കെന്തോ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ ആരോ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുക. അന്ന് മമ്മി ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് മമ്മി എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ അയച്ചു വരുമായിരുന്നു. അതുപോലെ ജപമാല ഞാൻ നല്ലതായിട്ട് ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കെ മമ്മി ഉടമ്പടി എടുത്ത 15th ഡേ ഐ എം ഗെറ്റിംഗ് എ ന്യൂസ് ദാറ്റ് ഐവ് കൺസീവ്ഡ്. അപ്പോൾ ഒരു രോഗം നമ്മുടെ മേത്തുണ്ടെങ്കിൽ നമുക്കറിയാം, അത് ട്രീറ്റ് ചെയ്ത് മാറും, അപ്പം നമുക്ക് കുട്ടിയുണ്ടാവും. ഇതൊന്നും പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ എന്താ ചെയ്യാൻ നമുക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മാതാവ് ഇറങ്ങി വന്ന് ഈ കുഞ്ഞുവാവേനെ ഞങ്ങൾക്ക് തന്നത്. സോ ഇതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഡെലിവറി പെർഫെക്റ്റ്ലി എല്ലാം ഓൾ റൈറ്റാണ്. ബേബി ഹെൽത്തി ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എഗെയിൻ എനിക്കറിയത്തില്ല എന്താ ചെയ്യണ്ടേ.
മമ്മി അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു നീ ഉടമ്പടി എടുക്കുക, ചിലപ്പോൾ മാതാവ് അതിന് വേണ്ടിയായിരിക്കും, ഉടമ്പടി എടുക്കുക. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് അത് പറ്റുമോ. നമ്മൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ചെയ്യുന്നതൊക്കെ ആൾക്കാരാണ്, പക്ഷേ എന്നാലും ഇത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എടുത്തു കഴിഞ്ഞിട്ട് ഫ്ലോപ്പായി കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അസുഖം വന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറേ ആൾക്കാർ അത് പറയുന്നുണ്ട്, കുറേ ആൾക്കാർ ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ്, അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു നാട്ടിൽ വായോ, ചില ആൾക്കാർ പറഞ്ഞു ഓസ്ട്രേലിയയിൽ തന്നെ നിൽക്കുക, ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം ഒന്നും അറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെ പേര് കിട്ടി. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് എല്ലാവരും പറഞ്ഞു നല്ല ഡോക്ടറാണ്, പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊരു രാവിലെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ടോക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ എല്ലാവരും മനസ്സിൽ ആ ഡോക്ടറിൻ്റെ പേര് വെച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ജസ്റ്റ് ആ അച്ഛൻ ടോക്ക് സ്റ്റാർട്ട് ചെയ്ത ആ നിമിഷം ഞങ്ങളുടെ ആൽഫ്രെസ്കോ, ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ആൽഫ്രെസ്കോയിൽ മാതാവിൻ്റെ ഒരു റെയിൻബോ വന്നു. അത് കഴിഞ്ഞ് അച്ഛൻ കറക്റ്റ് ടോക്ക് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ടി വിയിൽ അച്ഛൻ്റെ ടോക്ക് കറക്റ്റ് കഴിഞ്ഞ ആ സമയത്ത് ആ റെയിൻബോ അപ്രത്യക്ഷമായി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദിസ് ഇസ് എ ഗ്രീൻ സിഗ്നൽ ഫ്രം മദർ മേരി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ മദർ മേരി ഗ്രീൻ സിഗ്നൽ തന്നു, ലെറ്റ്സ് ഗോ. ആൻഡ് ട്രസ്റ്റ് മീ ആ എൻറ്റയർ പ്രോസസ്സ് ഒരു 4 to 6 months ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് പോയെന്ന്. എനിക്ക് സത്യം സമയം കിട്ടി. ഐ വാസ് ബിസി വിത്ത് ടെസ. പക്ഷേ എനിക്കറിയത്തില്ല അമ്മ മാതാവ് എന്നെ ഇങ്ങനെയാണ് കൊണ്ടുപോയത്. ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ടാണ് അമ്മ മാതാവ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും പറയാനാണെങ്കിൽ 1000 അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈ ഫുൾ ജേർണിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അമ്മ മാതാവിനും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 കോടാനുകോടി നന്ദി. അതുപോലെ ഞങ്ങൾക്ക് ബ്രിസ്ബെയിനിൽ ഒരു കൃപാസനത്തിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കൃപാസനം റാലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വൺ ഓഫ് ദി ലീഡറാണ് ആ ഗ്രൂപ്പിൻ്റെ. അതുപോലെ പത്രം കൊടുക്കലാണെങ്കിലും ഞങ്ങൾ മെയിൻലി മലയാളികൾക്കൊന്നും പത്രം കൊടുക്കാറില്ല. അവിടെ ഞങ്ങൾ മെയിൻലി ഇംഗ്ലീഷുകാരെ നോക്കും, അവർക്ക് പത്രം കൊടുക്കും. ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ടെസ്റ്റിമോണീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് ബോധ്യം വരുത്തിയിട്ടേ നമ്മൾ പത്രം കൊടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് നമ്മൾ സംസാരിക്കും അവരോട്. അവർ അത്രയും ഹാപ്പിയാണ്. എന്താണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഹാപ്പിയാണ്. അത് റിസീവിങ് എൻഡിലത്തെ ആൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഫുൾ നിന്ന് അത് കേട്ട് താങ്ക് യു പറഞ്ഞിട്ടാണ് പത്രം വാങ്ങിക്കാറ്. അതുപോലെ തന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു എൽഡോസ് എന്ന് പറഞ്ഞിട്ടൊരു സദനമുണ്ട്. അവിടെ വയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന ഒരു എമൗണ്ട് എല്ലാ മാസവും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നിയർ ബൈ ആൾക്കാർക്ക്, ഫ്രണ്ട്സിന്, ഫാമിലീസിന്, നമുക്ക് അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ബാക്കി മമ്മി പറയും. പിന്നെ ഞങ്ങൾ നാഗ്പൂരിലായിരുന്നു. ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലെ ടീച്ചറായിരുന്നു. റിട്ടയർ ചെയ്തിപ്പം. അപ്പം അവിടെ വെച്ച് കുറച്ച് ഹസ്ബൻഡും ഞാനും അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പം ആ സമയത്ത് കുറേ പ്ലോട്ടുകൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. പിന്നെ അവിടെ നോക്കാനും പിടിക്കാനും ആരും റിലേറ്റീവ്സും ആരുമില്ല. അപ്പം അതിങ്ങനെ അന്യാധീനപ്പെട്ട പോലെ കിടക്കുക. ഞാൻ ഒത്തിരി ഫ്രണ്ട്സിനെ വെച്ചു, ഏജൻസിനെ വെച്ചു, ഒക്കെ നോക്കി ഒരു രക്ഷയില്ല. പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഒരു നിയോഗം ഞാൻ അതായിരുന്നു വെച്ചേ, എൻ്റെ മാതാവേ, മക്കൾക്ക് അർഹതപ്പെട്ടത് അന്യാധീനപ്പെട്ട് പോവാതെ അവർക്ക് കിട്ടണേ, അതിനു വേണ്ടി അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ ഉടമ്പടി എടുത്തു. 90 ദിവസം ആയില്ല. അതിൻ്റെ മുമ്പേ ഞാൻ മൂത്തമോളുടെ കൂടെ US-ലായിരുന്നു. ആ നാഗ്പൂരിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്തേക്കാം, മേഡം ഇങ്ങനെ പ്ലോട്ട് ഉണ്ടല്ലോ, ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആരാണ് എന്താണ് ഇവിടുന്ന് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത്ര നാളും ഫെൻസിങ് ഒക്കെ ചെയ്ത് ആ ഇത് വയ്ക്കില്ല, പ്ലോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ആ ബോർഡൊക്കെ തല്ലി തകർത്തു എന്നൊക്കെ ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊന്നും ആരും വിളിച്ചില്ല. ഈ തല്ലി തകർന്ന പ്ലോട്ടിൽ
മണ്ണ് പറ്റിക്കിടന്ന് അതിൽ നിന്ന് നമ്പർ കിട്ടി. അയാൾ വിളിച്ച് വേറൊരാൾ മത്സരബുദ്ധിയോടെ അതിനുവേണ്ടി തർക്കിച്ച് അങ്ങനെയൊക്കെയായി. ഞാൻ നാട്ടിലെത്തി 1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്യുമെൻസിൻ്റെയോ വേറെയോ ഒരു പ്രോബ്ലവും ഇല്ലാതെ വളരെ കൂളായിട്ട് ആ പ്ലോട്ട് വിറ്റ് പൈസ മുഴുവൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി. അത് അമ്മ ചെന്ന് ഒരുക്കി തന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ എനിക്ക് നൈബറുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറേ കാലങ്ങളായിട്ട് ഹസ്ബൻഡ്സ് കൂടി ഒരുമിച്ച് വാങ്ങിച്ചിട്ടുള്ള പ്ലോട്ടാണ്. അപ്പോൾ ഒരുമിച്ചായിരുന്നു അത് കിടന്ന് ഡിവൈഡ് ചെയ്യാതെ. അത് ഞങ്ങൾ സ്ഥലത്തില്ലാത്തപ്പോൾ അവരത് തിരിച്ച് കെട്ടി. അതിലെന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കാര്യം എന്താണെന്ന് തുറന്നു പറയാതെ അവർ കേസിനും അതിനൊക്കെ പോയി. അങ്ങനെ അതും കുറേ കാലമായിട്ട് കിടന്ന് വിഷമിക്കുകയായിരുന്നു. ഈ ഉടമ്പടിയിലെ ഒരു നിയോഗം ഞാൻ അതാ വെച്ചത്. നൈബേഴ്സായിട്ടുള്ള പിണക്കം അത്ര ഒരു സുഖമില്ലാത്തതായതുകൊണ്ട്. മാത്രമല്ല ബൈബിള് ഞാൻ എപ്പോൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയാലും അയൽപ്പക്കക്കാരനോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇൻസ്ട്രക്ഷൻ്റെ വെളിച്ചത്തിൽ ഞാനും അവരുമായിട്ടൊന്ന് രമ്യതയാവാൻ നോക്കി. അങ്ങനെ ഇപ്പോൾ സെറ്റിൽമെൻ്റ് ആയതിൻ്റെ 2 പേരും സമ്മതിച്ചു. മതിൽ പൊളിച്ചത് കറക്റ്റ് ചെയ്യാമെന്നുള്ള അതിലും വന്നു. അപ്പോൾ അതും അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അതിനും വേണം. അങ്ങനെ മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഈശോയിലൂടെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. 1000 നന്ദി, സ്തുതി. കാരുണ്യപ്രവൃത്തികൾ നമ്മുടെ അടുത്തുള്ള ചുറ്റുപാടിലുള്ള ആളുകൾക്ക് ആർക്ക് അങ്ങനെ ക്യാൻസറോ അങ്ങനെ മാരകമായ എന്ത് അസുഖം ഉണ്ടെങ്കിലും അവർക്ക് ഞാനൊരു എമൗണ്ട് കൊടുക്കാറുണ്ട്. മക്കൾ അവരുടെ ഓസ്ട്രേലിയയിൽ ചെയ്യും, ഞാനിവിടെ കാരണം കൊടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പള്ളി വഴിയും കൊടുക്കും. പള്ളിയിലേക്ക് ഓരോ ഫണ്ടുണ്ടല്ലോ, അതിലേക്ക് ഒരു പതിവായിട്ട് ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളറിയുന്ന നമ്മുടെ സർവൻസ് ആണെങ്കിലും റിലേറ്റീവ്സിൽ അത്യാവശ്യമുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് അങ്ങനെ ആരുടെ ആണെങ്കിലും അങ്ങനെ നമ്മുടെ ഇതിൽ നോട്ടീസിൽ പെട്ടാൽ അവരെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. അങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു. വൃദ്ധസദനങ്ങളിലും ശിശുഭവനുകളിലൊക്കെ ഒരു 2-3 മാസമാകുമ്പോൾ ആ ഒരു നിയോഗം വെച്ച് ഭക്ഷണം കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ അതൊക്കെ ആയിട്ട് ചെയ്യുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരെ വന്ന് നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് സജിനി, ഹസ്ബൻഡിൻ്റെ പേര് ഫെമിൻ, കുഞ്ഞിൻ്റെ പേര് ആഡ്രിൻ. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിൽ കുഞ്ചിത്തണ്ണി നിന്നാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് PCOD ഉണ്ടായിരുന്നു. അതുപോലെ ഹസ്ബൻഡിന് സെമനിൽ തിക്നെസ് കൂടുതലായിരുന്നു. അപ്പം കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഫലമൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിർത്തി. ഇനി നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് 1 വർഷത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല. അങ്ങനെ എൻ്റെ ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. ആൻറ്റിയുടെ കൂടെയാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 18/6/2024 ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞങ്ങൾ വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ തൈലം എടുത്ത് വയറിൽ പുരട്ടുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്ത സമയത്ത് ഡോക്ടർ സ്കാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ മാസം പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കുറവാണ്, ഫോളിക്യൂൾ മെച്യൂർഡ് ആയിട്ടില്ല, അപ്പം നിങ്ങൾ പോയിട്ട് അടുത്ത മാസം വരാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറല്ലല്ലോ തീരുമാനിക്കുന്നേ, ദൈവമല്ലേ തീരുമാനിക്കുന്നേ, നമുക്കൊരു കുഞ്ഞ് വേണോ വേണ്ടയോ എന്ന് ദൈവമല്ലേ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഏത് മാസമാണോ പ്രഗ്നൻ്റ് ആവില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് ആ മാസം തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. 28 പ്രഗ്നൻ്റ് ആയതിന് ശേഷം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നോർമൽ ഡെലിവറി നടക്കില്ല എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേരം 5-ാം മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം എൻ്റെ ഡെലിവറിക്ക് അഡ്മിറ്റ് ആവുന്നതിന് 1 മാസം മുന്നേ തന്നെ എൻ്റെ ഷുഗർ നോർമലായി. അതുപോലെ നോർമൽ ഡെലിവറിയിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. കുഞ്ഞ് ഉണ്ടായ സമയത്ത് ഇവന് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ NICU മാറ്റി. അപ്പം NICU അവൻ കുറച്ച് നാൾ. അവന് തന്നെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനന്നേരം മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടേക്ക് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് ഞാൻ വിളിച്ചു. ഇവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ലോക്കറ്റ് വെച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം മാതാവേ, എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു.
എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ പിറ്റേ ദിവസം തന്നെ കുഞ്ഞ് തന്നെ ഫീഡ് ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ തന്ന വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ. എൻ്റെ ഫാമിലിയിൽ തന്നെയുള്ള ഫാമിലി റിലേറ്റീവ്സൊക്കെ ആയിട്ട് 3 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ഇനിയും ഞാൻ ഉടമ്പടി എടുക്കുകയും പുതുക്കുകയും ചെയ്യും. മാതാവ് ഇനിയും എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണേലും എല്ലാം എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവ് തരുന്ന ഒരനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെല്ലാം കാണുന്നത്. ഇനി എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ മാതാവിന് ഒന്നുകൂടെ നന്ദി, 1000 നന്ദി പറയുന്നു. ഞാൻ കൃപാസന പത്രം വീടുകളിലൊക്കെ കൊടുക്കുമായിരുന്നു. എനിക്ക് പരിചയമുള്ള എല്ലാവർക്കും, എനിക്കറിയില്ലാത്തവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ മാതാവിനെക്കുറിച്ചും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. ഞാൻ അടുത്തുള്ളൊരു അനാഥാലയത്തിന് അരി കൊടുക്കുമായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാതാവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റി. നമുക്ക് ഓരോ അനുഗ്രഹം ഉണ്ടായ സമയത്താണെങ്കിലും ഓരോ പ്രതിസന്ധി സമയത്ത് മാതാവ് നമ്മളെ താങ്ങി നിർത്തിയ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിലും ഇങ്ങനെ തന്നെ പോകും. ഇനി ഉടമ്പടി എടുക്കും.